ഹായ്, ഇനി നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ നമ്മൾ കുറച്ച് 2 ടീസ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ. ഞാൻ മൈദ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് മൈദ 3 ടീസ്പൂണൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കൂടി എടുക്കാം. പിന്നെ വേണ്ടത് റവയാണ്. റവ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ 1 ടീസ്പൂൺ റവ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ 3 പഴം, ചെറുപഴം, പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ആ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നാളികേരം ചെറുതാക്കി കുത്തി അരിഞ്ഞെന്നൊക്കെ പറയുന്നത് അതും, പിന്നെ കറുത്ത എള്ളാണ്, അതും കൂടി നമ്മൾ നെയ്യിൽ മുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരത്തിന് എള്ളിനധികം മുപ്പ് വേണ്ട, നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം എള്ളിടാനായിട്ട്. അതിനകത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരപ്പാനി വേണം. ശർക്കരപ്പാനി നമ്മൾ ചൂടോട് കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ചൂടോട് കൂടി വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കാം. നമുക്ക് മറ്റേതാണെങ്കിൽ പച്ചരി കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വറുത്തരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ അത്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. കുറച്ചും കൂടി ശർക്കരപ്പാനി വെച്ച് കൊടുക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ മിക്സ് ചെയ്യുന്ന സാധനമില്ല, മിക്സറില്ല, അത് കാരണം ഞാൻ ടീസ്പൂണായിട്ട് മിക്സ് ചെയ്യണത് കേട്ടോ. നമ്മൾ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും പഴമാണ് ചേർത്ത് അരച്ചത്. അപ്പോൾ കുറച്ച് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ശർക്കര കുറച്ച് തികയാണ്ട് വരും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ശർക്കരപ്പാനി നമ്മൾ ചൂടോട് കൂടി വേണം ഇതിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ചൂടുണ്ട്. അപ്പോൾ ഇതിൽ ഇതായിട്ടില്ല, കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ശർക്കരപ്പാനിയുടെ ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുന്ന ഇതില്ലാത്ത കാരണമാണ് പിന്നെ ടീസ്പൂൺ കൊണ്ട് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് വേഗം നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ. പിന്നെ നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇടാം, ഒരു നുള്ള് സോൾട്ട് ഇടാൻ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, അധികം ഇടണ്ട, അതേപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. പിന്നെ ഒരു നുള്ള് ഇടണുള്ളൂ ബേക്കിംഗ് സോഡ. അധികം നമ്മുടെ ശരീരത്തിലായിരുന്നു നല്ലതല്ല. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാറ്റേൺ ഒരു 10 മിനിറ്റ് റെസ്റ്റിങ്ങിന് വെക്കണം. നമുക്കിത് വീഡിയോ എടുക്കണ കാരണം ഞാൻ അത് വെക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ചധികം ആവശ്യം വരും. ഓക്കെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ പിന്നെ നമ്മൾ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും നെയ്യിടാം. നെയ്യ് പിടിച്ചിട്ടില്ല, കുറച്ച് നെയ്യുള്ളൂ. നെയ്യിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാറ്റേൺ ഒരു ഗ്ലാസ്സിൽ പകർത്താം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അതിലേക്കാണ്ട് ഒഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് സൈഡിലൊക്കെ പോകും. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി നമ്മൾ ലൂസാക്കണ്ട. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവ മതി കേട്ടോ. എല്ലാം കട്ടിയാവണ്ട.
നന്നായി മിക്സ് ചെയ്ത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പത്തിനാണ്. നമുക്ക് മെല്ലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ട്. അധികം നിറയ്ക്കണ്ട കേട്ടോ, നിറഞ്ഞു പോകുന്നുണ്ട്. തീ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വല്ല ഇരുന്നതായത് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേണം ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചൊക്കെ വേണ്ടേ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേണം ചെയ്യാൻ എടുക്കാൻ പറ്റും. ഉണ്ണിയപ്പം ആവുന്നുണ്ട്. ഇത് ഒഴിച്ചിട്ട് ഇത്തിരി കൂടി പോയി തോന്നുന്നുണ്ട്. അത് നന്നായിട്ട് കുന്തി വന്നാണ്. അധികം തീ കൂട്ടി വെക്കണ്ട കേട്ടോ. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വറുത്തിടാറായിട്ടില്ല. നമുക്ക് ഈ ഇത് റെഡിയാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിംഗ് പീരീഡിൽ വെക്കാം. ഞാൻ വേഗം വീഡിയോ ചെയ്യണ കാരണം വേഗം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആയിട്ടില്ല. അത് സെൻറ്ററിലേക്ക് ആയി വരുന്നുണ്ട്. അല്ലാണ്ട് അതിനൊരു കരി ഒരുവിധം ആയിട്ടുണ്ട്. പതുക്കെ മറിച്ചിടണം, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളുന്നതായിരിക്കും. എൻ്റെ കൈ കുറേ പൊള്ളിയിട്ടുണ്ട്, എനിക്ക് പൊള്ളാൻ വയ്യ. വെളിച്ചെണ്ണ തെറുക്കി അടുത്ത് വെച്ചിട്ടുള്ള കോച്ച് മറ്റേ വലിയ ടൈപ്പ്. ഇനിയിപ്പോൾ ആയി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നമുക്ക് കിട്ടും, സൈഡിലൊക്കെ ആവും. നമുക്ക് വീഡിയോ എടുക്കാൻ കാരണം ശ്രദ്ധിച്ചില്ല. കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. വല്ലാണ്ടൊരു ബ്രൗൺ കളർ വരും, അത് വേണ്ട. നമുക്ക് ആ വൈറ്റിഷ് കളറൊന്ന് പോയി ഏകദേശം ഒന്ന് ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം കേട്ടോ. ഇതാണ് ഇട്ടുള്ളൂ കേട്ടോ. ഇതാണ് സോഫ്റ്റ് പറയാൻ ചൂടാണ് ഇടുന്നത് കേട്ടോ. കേട്ടോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനാണ്. ഓക്കെ ടാറ്റാ.